കലേ കലമോളെ, വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇവറ്റകൾ എവിടെ പോയി കിടക്കാണ്? കലേ കലമോളെ, കലമോളെ, ഇടിയമ്മായി അഖിലാഫീസിൽ പോകണമെന്ന് പറഞ്ഞു പോയി. എന്തിനാന്തോ അഖിലാഫീസിൽ പോകണമെന്ന് പറഞ്ഞു. പുറത്ത് എന്തൊക്കെയാ സംഭവങ്ങള്? എന്തോ നടക്കാൻ വയ്യ. എന്തോന്ന് നീ ഒന്നും അറിഞ്ഞില്ല? സുരേഷ് അവിടെ പോയി. പണ്ടോട്ട് പോകണമെന്ന് പറഞ്ഞു പോയി. സുരേഷ് അവിടെ +2 പഠിക്കുന്ന ഏതൊരു കൊച്ചു മരിച്ചു, അതിന് സുരേഷിനൂടെ പങ്കുണ്ടെന്നോ, അവൻ കൊന്നെന്നോ, അവിടെ ആ വീട്ടിൽ പോയെന്നോ, 2-3 പേര് കൂടിയാണ് ചെയ്തെന്നോ, അവനും കൂടി പങ്കുണ്ടോന്നൊക്കെ പറയുന്നതായിട്ട്. മോള് വിഷമമൊന്നും വിചാരിക്കണ്ട, അവൻ അങ്ങനെയൊന്നും ചെയ്യൂല. അവൻ അവിടെ വെച്ച് കണ്ടെന്നോ, പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നെന്നോ, അവരൊക്കെ അവിടെ എല്ലാരും കൂടെ പങ്കുണ്ടെന്നൊക്കെ പറയുന്നതായിട്ട്. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ആരാ വക്കീലാഫീസിൽ പോയി. ഞാൻ ഇത് അവര് കാണാതെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് പാടുപെട്ടെന്ന് അറിയാം. അമ്മായി ആര്? അമ്മായി. ഈ അമ്മായി എന്താടാ ഇത്? എന്ത് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ടത്. കാണിച്ചു കൂട്ടുന്നത് മാറില്ല ഇങ്ങോട്ട്. എന്താടാ ഈ കേക്കണത്? നീ ആരാണ്ട് കൊന്നെന്നോ പോലീസ് വന്നെന്നോ എന്നൊക്കെ കേക്കണോണ്ട് എന്തോന്നാണ്? അമ്മാവി, പോലീസ് എന്നെ തിരക്കി വരുന്നത് എന്തിനാണെന്നറിയാമോ? അവർ ചില കേസുകളിൽ ബുദ്ധിപരമായ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി എന്നെ വന്ന് കാണാറുണ്ട്. ഞാൻ ചിലതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതല്ലാതെ പോലീസ് എന്നെ തിരക്കി വരുന്നത് കൊലപാതക കേസ് അന്വേഷിക്കാനൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് എപ്പോഴും എന്നെ അറസ്റ്റ് ചെയ്ത് പോയായിരുന്നല്ലോ. അല്ല, നീ അങ്ങനെ ഇതാണോ നിങ്ങൾ എന്നോട് ചൂടായത്? നാട്ടിലിറങ്ങി നടക്കാൻ വയ്യ. എന്താ അത്? നമ്മളെ കുടുംബത്തില് എന്തൊക്കെ കേൾക്കണത്? നീ അങ്ങനെയും ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഒന്നുമില്ലെങ്കിൽ ഈ വീട്ടിൽ ഇത്രയെങ്കിലും മനസാക്ഷി ഉള്ളത് നിനക്കാണ്. നീ തുണി വാങ്ങാൻ പോയപ്പോഴത്തേക്ക് എനിക്കൊരു സാരി വാങ്ങിച്ചിരുന്നില്ലേ? അത് നിന്റെ മാത്രം മിടുക്കൊണ്ടല്ല, എന്റെ കലമോളം കൂടി വിചാരിച്ചിട്ടാണ്. ഇന്നോരായിട്ട് നിന്റെ ചേട്ടൻ എനിക്കൊരു കർച്ചി പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. അങ്ങനത്തെ ആളല്ലേ അത് എനിക്ക് നിങ്ങളടുത്ത് ഒരു പ്രത്യേക സ്നേഹമുണ്ട്, പ്രത്യേകിച്ച് എന്റെ കലമോളടുത്ത്. പുള്ളി ആർക്കും അങ്ങനെ ഒരു ഉപകാരം ചെയ്യില്ല. ഇത്രയും നാളായിട്ട് കേട്ട മോളെ, ഒരു തുണിയോ ഒന്നും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. എന്റെ മോൻ നല്ലവനാണ്, അവന്റെ പൈസ അത്രയും തിന്നുന്നവരാണ്. അയാളെ ഭാര്യയുടെ ആൾക്കാർക്ക് അയാൾ ഇഷ്ടം പോലെ വാങ്ങിക്കൊടുക്കും. അത് തന്നെ, മോളിനി ഒന്നും കൈവിട്ട് കളയരുത് കേട്ടാ. എല്ലാം നീയാണ് നോക്കാനുള്ളത്. അതിനുള്ള എല്ലാ കഴിവും അവൾക്കുണ്ട്. അതെനിക്ക് ഒരുപാട് വർഷങ്ങളൊന്നും വേണ്ട, ഇപ്പൊ തന്നെ എനിക്കത് മനസ്സിലായി. അവള് മിണ്ടാതിരിക്കണ കണ്ട് അമ്മാവി അവള് പാവമാണെന്ന് കരുതിയൊന്നും വേണ്ട. എല്ലാ കഴിവും അവൾക്കുണ്ട്. അതെനിക്കറിയാം. ഒന്നുമില്ലെങ്കിലും മറ്റൊരു കുടുംബത്തിൽ ജീവിച്ചിട്ട് വന്നവളല്ലേ, എന്താ അതവൾക്ക് ജീവിക്കാൻ അറിയാന്ന് എനിക്കറിയാം. പേടിച്ചു. ഇതെന്റെ കുട്ടികൾ ഇതുവരെ തീർന്നിട്ടില്ല. അമ്മാവി ലൈസ് ഇവണ കാണണമോ? ആയിരിക്കും. കാണണമെന്ന് പറഞ്ഞത് എൻ്റെ ചേട്ടൻ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലാണ്. കാരണം നീ തന്നെയാണ്. എൻ്റെ ഒരു കാര്യത്തിലും അയാൾ കുറവ് വരുത്തില്ല എന്ന് നിനക്കറിയാമല്ലോ. എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്.
ഒരു സെക്യൂരിറ്റി പണി ചെയ്താൽ കിട്ടുന്ന വേതനം എത്രയാണെന്ന് നിനക്കറിയാം. നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ, രാത്രി യൂണിഫോം ഇട്ട് ഏതോ ഒരു സ്ഥലത്ത് രാത്രി കൊതുക് കടിയും കൊണ്ട് രാപ്പകലത്തില്ലാതെ കഷ്ടപ്പെട്ട് പുള്ളി നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത്. നീ ഒന്ന് അവനെ മനസ്സിലാക്കണം. അങ്ങനെ എണ്ണം പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല, അവനെ എനിക്കറിയാമല്ലോ. കുഞ്ഞുനാൾ മുതലേ ഞാനും അവനും കൂട്ടുകാരനല്ലായിരുന്നു. അത് നീ പറയാതെ തന്നെ അവനെക്കുറിച്ച് എനിക്കറിയാം, നന്നായിട്ട് എനിക്കറിയാം അവനെക്കുറിച്ച്. അവൻ്റെ വിഷമങ്ങളും അവൻ എന്നോട് എല്ലാം പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അണ്ണൻ പറയണത്? നീ ഇനി ജോലിക്ക് പോകണം, നിനക്ക് ഉത്തരവാദിത്വം കൂടി. ഇനി അവനെയൊക്കെ നിന്റെ ചേട്ടനെ കടിച്ചു തൂങ്ങി നിന്റെ ചേട്ടന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിനക്ക് ഭാര്യയായി, കുടുംബമായി, നിനക്കിനി സ്വന്തമായിട്ട് നിൽക്കണമെങ്കിൽ നീ ജോലിക്ക് പോയേ പറ്റൂ. ഞാൻ ഇപ്പൊ എല്ലാ കാലവും പുള്ളിയെ ആശ്രയിച്ച് നിൽക്കാൻ നോക്കുന്നില്ലല്ലോ. ഇപ്പോഴത്തെ ഒരു ചെറിയ സാഹചര്യം വെച്ചിട്ടുള്ള സുരേഷ്, നീ ഇപ്പോഴും നീ ജോലിക്ക് പോയല്ലേ നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. സുധാകരന്റെ ആ ഒരു സാമ്പത്തികം വെച്ചിട്ട് അവൻ ഇങ്ങനെ നിങ്ങളെ 3 പേരെയും 4 പേരെയും കൂടെ പോറ്റും. നീ ആലോചിച്ച് നോക്കും. അപ്പൊ നിനക്ക് ഉത്തരവാദിത്തം കൂടിയില്ലേ? അതിനുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ചേട്ടന്. ചേട്ടൻ എന്റെ ഉരുപ്പടി എടുത്ത് എന്റെ ആദ്യ ഭാര്യയുടെ ഉരുപ്പടി എടുത്ത് ചേട്ടന്റെ കാര്യങ്ങളെല്ലാം നടത്തി. അതെനിക്ക് തിരിച്ചു തരാൻ പറ. ഞാൻ എന്റെ കാര്യങ്ങളൊന്ന് സെറ്റിൽ ആവട്ടെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ അവനോട് ഇത് ചോദിക്കുന്നത് ചതിയാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അവന്റെ സാഹചര്യം നീ മനസ്സിലാക്കണം സുരേഷ്. കൊള്ളാം. എനിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. അത് അവന് കയറി കിടക്കാൻ ഒരിടത്തിന് വേണ്ടി, അത് ഒരു വീടിന്റെ പണിക്ക് വേണ്ടിട്ടല്ലേ അവൻ വാങ്ങിച്ചത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ? എനിക്കത് കിട്ടിയാലേ എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അവകാശം അത് നിനക്ക് അവൻ എടുത്തു തരും. എന്നിരുന്നാലും നിന്റെ കാര്യങ്ങളിലൊന്നും അവൻ കുറവ് വരുത്തുന്നില്ലല്ലോ. ഇല്ല, അതില്ല. അപ്പൊ എടുത്ത് തരുന്നവരെ ചേട്ടൻ എന്റെ കാര്യം കൊണ്ട് നോക്കട്ടില്ല. അപ്പൊ എനിക്കെന്തെങ്കിലും ബിസിനസ് ചെയ്യാനാണ്. എനിക്ക് എന്തൊന്നും ഈ അടുക്കള പണി ചെയ്തോണ്ടിരിക്കാൻ പറ്റില്ല. പാചകം എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം ചൂട് താങ്ങാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട്. അതാണ് ഞാൻ പോവാൻ മടിക്കുന്നത്. നീ പാചകം ചെയ്യുകയോ ബിസിനസ് നടത്തുകയോ അതല്ല ഇവിടത്തെ വിഷയം. സുധാകരനെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണ് അവനാ വിഷമം. ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും അവനെ തൂങ്ങി നിൽക്കുന്നത് കൊണ്ടുള്ള വിഷമം മാത്രമേ അവനുള്ളൂ. അതാ കാര്യം മാത്രമാണ് എന്നോട് ഞാൻ പറയാൻ പറഞ്ഞത്. അപ്പൊ അണ്ണൻ അതാണ് പ്രശ്നം അല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ ചേട്ടനോട് കാര്യങ്ങളെല്ലാം ഞാൻ തുറന്ന് പറഞ്ഞോളാം. എല്ലാ കാര്യങ്ങളും പെണ്ണുങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കരുത്. അവസാന ജീവിതം കോഞ്ഞാട്ടായി പോകും സുരേഷ്. നിങ്ങളെ എന്റെ കാര്യത്തിൽ എല്ലാത്തിലും കാര്യം നിങ്ങൾ തലയിടണ്ട. നിങ്ങൾ എന്റെ ചേട്ടന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ ഞാനേ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ചേട്ടനോട് പറഞ്ഞ് എന്റെ തരാനുള്ള സ്വർണം തരാൻ പറ. ഞാൻ എന്റെ പാട്ടിന് അങ്ങ് പൊയ്ക്കോളാം. നിങ്ങളെ കാര്യം നോക്കാം. ആ കാര്യത്തിൽ നിങ്ങൾ എന്റെ അടുത്ത് ഇടപെട്ടാ. നിങ്ങൾ ചേട്ടനോട് പറഞ്ഞ് എനിക്ക് തരാനുള്ള എല്ലാം തരാൻ പറ. മേലിൽ എന്റെ കാര്യത്തിൽ ഇടപെട്ടാ ഞാൻ നോക്കിക്കോളാം. എന്തിനാണ് പ്രശ്നം? നീ എവിടെ പോയിട്ട് വരണ? ഞാനതിലെ അങ്ങോട്ട് ഒരാഴ്ചയായിട്ട് പോയിട്ട് വരും. ഇതൊക്കെ ആരോട് പറയാൻ? പെണ്ണുമില്ല, കൊച്ചുമില്ല, പെടക്കോഴിയില്ല. എന്തറിയണം? ഇങ്ങനെ നടക്കണം. സുഖമല്ലേ? സുഖം. ഒറ്റയ്ക്ക് കിടക്കുന്നതിൽ ഒരു സുഖമില്ലടോ. വൈകിട്ടില്ല. 2 പെമ്പിളറെ കേസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ നോക്കട്ടാ. പിന്നെ കൊള്ളാം. ശരി, ഓക്കെ.